90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം ഇപ്പോൾ തന്നെ. സ്നേഹസ്വരക്കൂട്ടിലെ ഹൃദ്യരാഗങ്ങൾക്ക് കൂട്ടാവാം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ലവേഴ്സ് ടോപ്പ് സിംഗർ. പ്രിയ സംഗീത വിരുന്നിൽ രാഗവസന്തം പകർന്ന കൊച്ചുമിടുക്കി കണ്ണൂരിൽ നിന്നും നമ്മുടെ ദേവനക്കുട്ടി. വെൽക്കം ദേവ്ന CK ഓൺ സ്റ്റേജ്. നല്ല ഉടുപ്പ്, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇതൊരു കോംബോ അല്ലേ, ഒരു വളരെ ഒരു ഫോർമലും പിന്നെ ഒരു ബാലറീന പോലെ ഒരു ഡ്രസ്സും നല്ല സ്പ്രിങ് പോലത്തെ അല്ലേ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കളേഴ്സ് വളരെ ഇഷ്ടമാണ്, ഈ പേസ്റ്റൽ കളേഴ്സ് ആണല്ലേ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോൾ ഇത് പേസ്റ്റലായിട്ട് വന്നപ്പോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ? ഇന്ന് ചന്ദന തൊട്ടിയില്ല, താമര തൊട്ടിയിലില്ല. ചെറുപ്രായത്തിൽ അങ്ങനെ തുണി തൊട്ടിലില് വെച്ചിട്ട് ആട്ടിട്ടുണ്ടോ? എനിക്ക് അറിയില്ല, ഓർമ്മയില്ല അല്ലേ? എനിക്ക് ഓർമ്മയില്ല. ആ പിന്നെ ഞാൻ കുഞ്ഞായാലേ പിന്നെ എനിക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവും. ആരാ ഈ പാട്ടിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്? അതെല്ലാം ഉണ്ട് ഇതിനകത്തല്ലേ. അതെ, കാനു അതന്നെ കാനു ഘോഷ്. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ. സിനിമ അയ്യോ, എന്തൊരു സ്നേഹം. ഇത് പാടിയതാരാ? പാടിയത് ജാനകിയമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ കുട്ടികൾക്കും ജാനകിയമ്മ വലിയ ഇഷ്ടമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ജാനകിയമ്മ കാണണോ? എന്താ പറഞ്ഞു? ചിത്രാമ്മനെ ഭയങ്കര ഇഷ്ടം. ആണോ? ഓക്കെ, നമുക്ക് എല്ലാരെയും കാണാം കേട്ടോ. ഈ കോവിഡ് കാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണിക്കായിരുന്നു, എവിടെയൊക്കെ പോകായിരുന്നു. അല്ല, ചിത്രമ്മ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഞാൻ കാണാറുണ്ട് കുട്ടികളുടെ, അയ്യോ എങ്ങനെയാണ് ഇത്രയും കഴിവ്, എത്രത്തോളം എല്ലാവരും ഇങ്ങനെ പാടുന്നെങ്കിൽ അനു എന്ത് ചെയ്യും ഇനി. അങ്ങനെ ഞാനിപ്പോ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞു, എല്ലാം കാണാറുണ്ട് കേട്ടോ ചിത്രമ്മ. ഞാൻ പറയാം അനുഷണം, ഞാൻ അവിടെ പറയാം. എന്തോ മൈക്കിൽ പറയും. രഹസ്യാണോ? ഓക്കെ, എന്നാ പറഞ്ഞോ. മീനൂട്ടി, ആ രഹസ്യം പരസ്യമാക്കൂ. ചോദിച്ചോക്കിയാലോ, അങ്കിൾ എന്തിനാ അവിടെ പോയി നിക്കുന്നേ? അത് അങ്കിള് ചെറുപ്പത്തില് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്കിളിന് ഇങ്ങനെ നിർത്തി വെച്ച ബസ്സിൽ കയറി ഇരുന്ന് പോകുന്നത് ഇഷ്ടമല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓടി കയറും അങ്കിള്, ചാടിക്കയറും. അതെ, ഓടിച്ചാടി കയറും. അതുപോലെയാണ്. ഞാന് ഒന്ന് എണ്ണീറ്റ് നിന്ന് കുറച്ചു നേരമായിട്ടിരിക്കല്ലേ, അപ്പം ഇവരൊക്കെ പറയട്ടെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് മോളെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോ അവളെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ എനിക്കൊരു അവസരം കിട്ടട്ടെ കയറിയിരിക്കാൻ. എന്തായാലും ഇരുന്ന് ഇനിയിപ്പൊ എന്ത് ചോദിക്കണം? ചോദിച്ചു. അപ്പൊ ഞാൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് തന്നെ പിടിച്ചുപിടി. അവർക്ക് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നല്ലോ ചോദിക്കാൻ, എന്താണ് ഇവിടെ ഇരിക്കാത്തത്? സോറി ഏട്ടാ, ഇനി ചെയ്യൂല. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
ശാരീരം പാടി എന്റെ അടുത്തില് എന്റെ വാക്കുകളില്ല കിളികൾ പൂവാടി താരങ്ങൾ വീടുറങ്ങി മേഘങ്ങളിൽ ചന്ദ്രിക പൊൻ വിളക്കില്ല ആ താമരപ്പൂമിട്ടമില്ല ചെന്താമര കണ്ണനുണ്ണി ശരിക്കും ഞാനിതൊരു ക്രിസ്ത്യൻ ഡിവോഷന്റെ ഫീല് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ വയലിൻ വായിച്ച സദ്യ ഒരു രക്ഷയില്ല. വായിച്ച ടോണിലുള്ള ഗ്രേസ് അതെ അതെ അത് ശരിക്കും ഇവിടെ കിട്ടി. സൂപ്പർ. ലിച്ചുമോൾ ഇന്ന് നന്നായിട്ട് പാടി കേട്ടോ. നമ്മൾ ഈ പാട്ട് നല്ല രസമുള്ള ഒരു പാട്ട്. കാരണം വളരെ സുഖമാണ് ഈ പാട്ട് കേൾക്കാൻ. എസ്പെഷ്യലി ദാറ്റ് വയലിൻ സോളോം കൂടെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഈ നമ്മളിപ്പം ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് എന്ന് പറഞ്ഞെങ്കിലും ഒരു ഡിവോഷണൽ ടച്ച് ഈ പാട്ടിനകത്തുണ്ട്. അത് മോള് പല സ്ഥലങ്ങളിലും പാടിയപ്പം അത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അടപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വോയിസിന് ഉണ്ടോ അറിയില്ല. എന്താ എനിക്കറിയാം ഉണ്ട്. അതായത് ആ ചാമരത്തൊട്ടിലില്ല, മേളിലൊക്കെ പോകുന്ന സ്ഥലത്ത് കുറച്ച് അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് സ്ക്രാച്ച് വന്നോ? ഇല്ലല്ലോ. സ്ക്രാച്ച് അല്ല, വെള്ളി വന്നു. ഞാൻ അതിൽ പിടിക്കാൻ നിൽക്കുകയാണ്. അത് വരുമ്പോഴൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. അത് എന്താ, നമുക്ക് എന്തെങ്കിലും ചെയ്യണല്ലോ അതിനെ പറ്റി. ശ്രീ കുഞ്ഞേട്ടാ, ഒരു പവനെടുത്ത് വായിലിട്ട് കൊടുക്കുക, ഒരു ഗോൾഡ് കോയിൻ വായിലിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളി അപ്പൊ വെള്ളി പുറത്തേക്ക്. കിട്ടുന്നില്ല. വെള്ളി വെളി പോകും. അയ്യോ മൈ ഗോഡ്. ദീപു താഴെ വീണു. അതിനെ പിടിച്ചെഴുന്നേൽക്കും. എന്തായാലും മോള് അറ്റംപ്റ്റഡ് വെരി ഗുഡ്. ബട്ട് ശബ്ദത്തിന് അടപ്പുണ്ട്. പിന്നെ എന്തോ ഈ വെള്ളിയോ അത് ഞാൻ അങ്ങോട്ട് വിടുന്നു. ദീപു ഞാനത് ആദ്യത്തെ പല്ലവിയിൽ നോട്ട് ചെയ്ത് വെച്ചു. അത് ഈ ചെറിയ ടച്ചസ് വരില്ലേ, ഇല്ല ലാ, അത് വരില്ലേ, അവിടെ അടപ്പ്. അവിടെയാണ് ഈ പ്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒരു ഒരു സ്വിച്ച് ചെയ്യുന്ന പോലെ വേറൊരു സൗണ്ടിലേക്ക് പോകുന്നത്. അത് മാത്രം ഒറിജിനൽ വോയിസും ഫോൾസ് വോയിസും അതാണ്. സുശാന്തി ഒന്ന് ശ്രുതിയിട്ടോ. മോളൊന്ന് പാടി. ഈ ശ്രുതിയിലൊന്ന് മോള് പാടിയേ. ചന്ദനത്തൊട്ടിലില്ല, ചാമരത്തൊട്ടിലില്ല, അടുത്ത ലൈൻ. ചെന്താമര. അതെ. അത് ക്രാക്കാണ്. ചെന്താമര. വന്നില്ലേ? അടക്കുന്നുണ്ട്. ആ ലാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്ക് ഒറ്റ ഇടി വെച്ച് കൊടുക്കണം. നല്ല തള്ളം കൊണ്ട് വെച്ചു. അങ്ങനെ അങ്ങോട്ട് പാടിക്ക്. ചെന്താമര കണ്ണനുണ്ണി. ശരിയായി വരുന്നുണ്ട്. സംഭവം എന്താന്ന് മനസ്സിലായോ? മോൾ ഇത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് നെക്സ്റ്റ് ടൈം മോൾ ഓർക്കും ഇതുകൊണ്ടാണ് വരുന്നതെന്ന്. ചെന്താമര പിന്നെ ര എന്നുള്ള സംഗതി വരുമ്പോൾ മോൾ സോഫ്റ്റ് ആവുന്നു. സോഫ്റ്റ് ആവുമ്പോൾ അറിയാതെ ഇതിങ്ങനെ സ്വിച്ച് ചെയ്ത് ഫോൾസിലേക്ക് പോകുന്നു, കള്ളത്തൊണ്ടയിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഈ കള്ളത്തൊണ്ട വരുന്നു തോന്നെടുത്ത് കള്ളത്തൊണ്ട ലൗഡായിട്ട് ഇടുക കേട്ടോ. അപ്പൊ ഇങ്ങനെ മോള് ഇത് വരുന്നിടത്തൊക്കെ ശ്രദ്ധിക്കണം ഇനി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്ക് ആ ചരണം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ഫീൽ അസാധ്യമായിരുന്നു. ഇതിന്റെ റൂട്ടിൽ തന്നെ ഒരു തമിഴ് പാട്ടുമുണ്ട്. പച്ചൈ മരം ഒன்று ഇച്ചൈ കിളി രണ്ട് പാട്ട് ചൊല്ലി തൂങ്ങச் ചെയ്വേനാരോ. പച്ചൈ മരം ഒன்று ഇച്ചൈ കിളി രണ്ട് പാട്ട് ചൊല്ലി തൂങ്ങச் ചെയ്വേനാരോ. ഇതും ഒരു തറാട്ട് പാട്ടാണ്. അത് തന്നെ റൂട്ടായി എനിക്ക് തോന്നി. അങ്ങനെ തന്നെ പല്ലവി പോലെ തന്നെ. ഓക്കെ, ഇത് മോൾക്ക് വേണ്ടി പ്രത്യേകിച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോൾ. താങ്ക് യു മാം. നന്നായിരുന്നു പാടിയത് കേട്ടോ. ഇവരെല്ലാവരും പറഞ്ഞു പ്രശ്നം എന്താന്നൊക്കെ പറഞ്ഞു. മോൾക്ക് നല്ല കഴിവുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, വോയിസും നല്ലതാണ്. പക്ഷെ ഈ ഒരു ചെറിയ പ്രോബ്ലം അത് മോളെന്തായാലും മാറ്റിയെടുക്കണം. ചിലപ്പോൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ തന്നെ അത് മാറിക്കോളൂ. ഇത് പിന്നെ ഇവർ പറഞ്ഞത് കൂടാതെ എനിക്ക് തോന്നിയത് വീണുറങ്ങി മേഘങ്ങളിൽ ചന്ദ്രികപ്പൻ വിളക്കില്ല, അവിടെ കുറച്ച് ശ്രുതി വല്ലാതെ ഒന്ന് പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു വേറെ പാട്ട് രാജസാറിൻ്റെ തന്നെ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ പാട്ടാണ്. സരസ്വതി വരം നിറഞ്ഞു സാക്ഷരം വിരിഞ്ഞിടും ചിരം അറിഞ്ഞിടും മനം അറിഞ്ഞു മുമ്പനായി വളർന്നു കേമനായി ഗുരു കടാ
പ്രകാശമായി വരൂ കുമാരക, അക്ഷരം നക്ഷത്ര ലക്ഷമാക്കൂ, അക്കങ്ങളെക്കാൾ കണിശമാകൂ. നാളത്തെ നാടിന്റെ നാവു നീയേ, നാവു പന്തങ്ങൾ തന്നാമ്പു നീയേ. ഏതു ദേശമാകിലും ഏതു വേഷമേകിലും അമ്മ തന്നമ്മിഞ്ഞ പാലിന്റെ മാധുര്യം കാത്തിടേണമേ. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോ മനിച്ചയ്യ, എന്റെ മാറിപ്പളുങ്കിപ്പം രാജപ്പൂ മൊട്ടായി പോയടി. ഇഷ്ടായോ പാട്ട്? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആഹാ, ഓക്കെ ഓക്കെ മോളെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അങ്കിളെ, എന്തോ അങ്കിളിന് എന്തോ പ്രേതത്തിന്റെ അവക്ക് ഇപ്പൊ പ്രേതത്തിനെ കാണണം നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇവിടെ എനിക്ക് പ്രേതത്തിനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇഷ്ടമെന്നൊക്കെ തോന്നും. ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നീ കയറി കിടക്കും. എന്നിട്ട് പിന്നെ ഇതൊക്കെ സ്വപ്നം കാണും. എന്റെ കിളി പോയിരിക്കാണ് ഇപ്പൊ എന്റെ മോനും പോകും. CKDക്ക് ഞാൻ തരുന്നു 7.75. താങ്ക് യു സർ. ദേവന ഓ 7.75. ദേവന 7.7. അയ്യോ താങ്ക് യു മാം. ദേ പുറയിലാരാ നിൽക്കുന്നു നോക്ക്. ദേ തൊട്ട് പറയല്ലേ. CKD ഓടിക്കോ ഓടിക്കോ, വേണ്ട വേണ്ട. മാർക്കൊന്നും വേണ്ട, ഓടിക്കോ. ദേ, അയ്യോ 23.25. ഒരു പ്രേതപ്പൂക്കുട്ടി, ഒരു പ്രേതപ്പൂക്കുട്ടി പെട്ടെന്ന്, ഒരു അയ്യോ ദേ, ഒരു പ്രേതപ്പൂക്കുട്ടി. അയ്യോ വേണം വേണം. നല്ലോണം പേടിക്കട്ടെ. മീനാക്ഷി ചേച്ചി നല്ലോണം പേടിക്കട്ടെ. കാലിലോടെ. ദേ ഒരു പ്രേതപ്പൂക്കുട്ടി, Light off ആക്കില്ലേ, please? പ്രേതപ്പൂക്കുട്ടി. കടവുൾ പാതി മൃഗം 23.25 കിട്ടിയ ദേവനക്കുട്ടിക്ക് ഇന്ന് കിട്ടുന്നത് ട്രിപ്പിൾ സീരിയസ്ലി എനിക്ക് പേടിയാ. കഴിഞ്ഞോ? ഇനി ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്ക് അനൗൺസ് ചെയ്യുന്ന എല്ലാം ഈ ഹൊറർ മോഡിൽ ചെയ്തു തരും. എന്റെ അടുത്തവർ പേര് നല്ലോണം എന്നെ പേടിപ്പിക്കണേ. ശരി ചോദിച്ചു ഇവക്കെന്തോ അസുഖം. അല്ല, എനിക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രേതത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചിന്തിച്ചാൽ ഇവളുടെ അടുത്ത് പോകുന്ന അവർക്ക് വേസ്റ്റ് ഓഫ് ടൈം. അതെ, ഇവള് ഭയങ്കര അതിൽ ഹരം കണ്ടെത്തുന്ന ഒരുത്തിയാണ്. എന്നെ നല്ലോണം പേടിപ്പിക്കണേന്നൊക്കെ. ഈ ഒരു കാരണം കൊണ്ടാണ് ഇത്ര നാളും പ്രേതങ്ങളെല്ലാം എന്റെ അടുത്ത് വരാം. അതവിടുന്ന് അങ്ങനെയാണെങ്കില് പ്രേതത്തിന്റെ സ്റ്റിക്കർ വരെ ഇവിടെ വെച്ചാല് ഞാൻ പേടിക്കില്ല. നീ പോയേ നീ. ടാറ്റാ. ഓക്കെ ബൈ 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 ബൈ. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. എക്സാം ഡേയ്സ് ഒക്കെ ഇങ്ങ് അടുക്കും തോറും കൂട്ടുകാർക്ക് നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? പക്ഷേ ബോർഡ് എക്സാമിനെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട് 90+ മൈ ട്യൂഷൻ ആപ്പ്. എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കൂട്ടുകാർക്ക് ഒരു പുതിയ അപ്ഡേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടാണ് 90+ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് പരീക്ഷാ പേടിയെ മറികടക്കാനും എക്സാമിന് മാനസികമായി തയ്യാറെടുക്കാനും 90+ലെ പുതിയ അപ്ഡേറ്റ് സഹായിക്കുന്നു. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. നാദവസന്തത്തിന്റെ കുഞ്ഞു പാട്ടഴകിൽ ചിരി വിരുന്നേകാനെത്തുന്നു വൈഗാലക്ഷ്മി. വെൽക്കം വൈഗക്കുട്ടി ഓൺ സ്റ്റേജ്.
കുടിക്കാൻ ചോദിച്ചിട്ട് എത്ര നേരമായി? അതെങ്ങനെ 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നാ ചേട്ടാ ചായ. ചായ കുടിക്കല്ലേ, കപക്കെട്ടുണ്ടാവും. പാല് കുടിച്ചാ മതി. ഇതാ. വേണ്ട വേണ്ട വേണ്ട, ചായ കുടിച്ചാ മതി. എടി, എന്റെ കെട്ടിയൊരു എന്ത് കുടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ചേട്ടൻ പാല് കുടിച്ചാ മതി. ഞാൻ കൊടുക്കുന്ന ചായ ചേട്ടൻ കുടിക്കത്തുള്ളൂ. എടി, ഞാനാ ചേട്ടന്റെ ആദ്യ ഭാര്യ. ആദ്യ ഭാര്യയായ നിന്നെ ഇഷ്ടമല്ലാത്ത കൊണ്ടാ പുള്ളി 2ാമത് എന്നെ കിട്ടിയത്. അപ്പൊ ചേട്ടൻ ഞാൻ കൊടുക്കുന്ന പാലേ കുടിക്കത്തുള്ളൂ. എനിക്ക് ചായയും വേണ്ട പാലും വേണ്ട, കാപ്പി മതി. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ കെട്ടാൻ പ്ലാൻ ഉണ്ടല്ലേ? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനിയൊരു പെണ്ണിനെ നിങ്ങൾ കെട്ടത്തില്ല. എടി, എനിക്ക് ഇത്തിരി മനസമാധാനം വേണം. അത് തരാൻ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ചേട്ടൻ എന്നെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ട് ഇനി ചേട്ടൻ പറയുന്ന പോലെ ഞാൻ ജീവിക്കത്തുള്ളൂ. അവളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചേട്ടനെ സ്നേഹിക്കും. അതിലും കൂടുതൽ ഞാൻ ചേട്ടനെ സ്നേഹിക്കും. സ്നേഹിച്ചോ. നീ എത്ര സ്നേഹിച്ചാലും ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുത്തുള്ളൂ. അത് നിന്റെ തോന്നല. എടി, നീ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ചേട്ടനെ സ്നേഹിക്കും. അതുകൊണ്ട് ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുത്തുള്ളൂ. നമുക്ക് കാണാടി. കാണാം. കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ, സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ. ചാപ്പി ചീക്കി നാട്ടി ഗൈയടാ. കൊലുസിനലസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയദൂതു പോയ രാജഹംസമേ. കുസുമവദന മോഹ സുന്ദര സുന്ദര സുന്ദര. പട്ടണം ഞെട്ടണ പാട്ടുപാടുന്നോരൻ കുട്ടം മണിക്കുട്ട. നിന്റെ പെണ്ണായോ കണ്ണായോ എന്നും ഞാനില്ലേ. മൈക്കെടുത്ത മനം മാളുന്ന നേരത്ത് മൈക്കിൾ ജാക്സണല്ലേ. നിന്റെ പാട്ടായും കൂട്ടായും കൂടെ ഞാനല്ലേ. എൻ പൈങ്കിളിക്കിതാ ഒരു കുഞ്ഞു സമ്മാനം. പുള്ളിക്കുയിലേ, നിന്റെ കുറുമ്പിൽ ഒരു കുഞ്ഞിടി പൂമുത്തി. കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ, ഗൈയടാ. മൈ സ്വീറ്റ്. തുമ്പപ്പു ചോറിട്ട് സാമ്പാറും ചമ്മന്തിയും നിന്നെ മാമൂട്ടാം താരാട്ടാം തങ്കക്കുടമ്പല്ലേ. നിന്നെ ബെൻസിലേറ്റി ഞാൻ എന്നും കൊണ്ടുപോയിടാം. എന്റെ കരളെ എന്റെ കവിളിൽ ഒരു പൂവപ്പൂ. ബൊം 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 സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ, സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ. ചാപ്പി ചീക്കി നാട്ടി ഗൈയടാ. കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. കൊലുസിനലസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയദൂതു പോയ രാജഹംസമേ. കുസുമവദന സ്വീറ്റ് ഫേസ് ഉള്ളൊരു
जी सुंदरा അവളെക്കാളും നന്നായി ഞാനല്ലേ ചേട്ടൻ സ്നേഹിച്ചത്. എടി നിങ്ങൾ ഇങ്ങനെ മത്സരിച്ച് സ്നേഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജീവിതം നന്നായിട്ട് പോണമെങ്കിലേ കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് വേണം. അല്ലാതെ മത്സരിച്ചാ എനിക്ക് ദേഷ്യം വരത്തേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി ചേട്ടാ, ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല. അതെ ഞാനും. അങ്ങനെയാണേലേ എന്റെ കുട്ടന്മാര് സന്തോഷത്തോടെ കൈ കൊടുത്ത് ചേർന്ന് നിന്നേ. ഇപ്പോഴാണ് ഭംഗിയായത്. ഇത് നമുക്ക് ആഘോഷിക്കണം. ഞാനേ പുറത്തു പോയി ഫുഡ് വാങ്ങിച്ചിട്ടും വരാം. ഈ വേഷത്തിലാണോ പുറത്തോട്ട് പോകുന്നേ? പച്ച ഷർട്ട് ഇട്ടോണ്ട് പോയാ മതി, അതാ ചേട്ടന് ചേരുന്നേ. ശരിയാ, പച്ച ഷർട്ടാ ചേട്ടന് ചേരുന്നേ. ഇപ്പോഴെങ്കിലും ഒരേ തീരുമാനത്തിൽ എത്തിയല്ലോ, സന്തോഷമായി. എങ്കിൽ ഞാൻ പോയി ഷർട്ട് എടുത്തോണ്ട് വരാം. അവള് ഷർട്ട് കൊണ്ടിരുന്നതിന് മുന്നേ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ അതേ ഇടത്തുള്ളൂ. എന്താ പറയണ്ടേ? അല്ലേ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ സീസൺ 2 ഈ പിള്ളേരൊക്കെ എവിടുന്ന് വന്നത്? അല്ലെ, എവിടുന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ കുട്ടനാടാന്നൊക്കെ പറയുന്നു, പക്ഷെ നിങ്ങളൊക്കെ ഇത്രയും കാലം എവിടെ കിടന്നു എന്നുള്ളതാണ്. കാരണം ഈ ഇത്ര 2 ശബ്ദത്തില്, അതായത് ബേസിലും ടോപ്പിലും പാടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിസ്സാര കാര്യമല്ല മോളെ. അത് ദൈവം തന്നൊരു കഴിവാണ്. അത് തീർച്ചയായിട്ടും ഫ്ലവേഴ്സിന്റെ വ്യൂവേഴ്സിനുമുള്ള ഒരു വരദാനമാണ് ഈ ടോപ്പ് സിംഗറിന്റെ സീസൺ 2 കുട്ടികളുടെ പ്രകടനം. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇതെങ്ങനെ, ഇത് സത്യം അങ്ങനൊരു വിചാരം മനസ്സിൽ വരികയാണ്. നിങ്ങളൊക്കെ ബ്ലെസ്ഡുമാണ്. കാരണം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, കോടിക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഈ ടോപ്പ് സിംഗറിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് സുകൃതമാണ്. അതായത് നിങ്ങളുടെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു രാജയോഗം ഉണ്ടെന്ന്. ആ ക്ലൈമാക്സ് കലക്കി കേട്ടോ മോനെ. 3 പേരും ഡ്രാമ വാസ് എക്സലന്റ്. പിന്നെ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം മൈക്കെടുത്താടുന്ന അതിൻ്റെ മേളിൽ പോകുമ്പോഴത്തേക്ക് ശ്രുതിയുടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയട്ടെ, ഇത്രയും ഒരു ആക്ടിങ്ങും പിന്നെ അതുപോലെ വലിക്കുകയും പിടിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു സാധാരണ പാട്ടാണെങ്കിൽ പോലും പോവും. ഇതൊരു അസാധാരണ പാട്ടാണ്. 2-3 പേര് പാടിയ പാട്ട് ഒറ്റയ്ക്കെടുത്ത് പാടുക, പിന്നെ ആ സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഔട്ട് ഓഫ് മൈ എക്സൈറ്റ്മെന്റ് ഞാൻ എഡിച്ച് നിന്ന് പോയി. മാറി മാറി വരുമ്പോൾ ശകലം തെറ്റുകളൊക്കെ വരാം, അതിന് ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. പക്ഷെ പാടി വന്നപ്പോഴത്തേക്ക് അതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്താണ് നിങ്ങളുടെ പെർഫോമൻസിലും പാട്ടിലും ലയിച്ചിരുന്നു. അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക ശബ്ദം. നല്ല വോയിസാണ് കേട്ടോ, കാരണം നല്ല ഫ്യൂച്ചറുണ്ട്. റെക്കോർഡിങ്ങിൽ ബേസിലും ടോപ്പിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല മനോഹര ശബ്ദം. അപ്പം നിങ്ങൾ 2 പേരും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിരുന്നു. കുട്ടപ്പാ, നീ 2 കല്യാണം കഴിച്ച എന്തിനടേ? ഒരെണ്ണത്തിന് ഇഷ്ടപ്പെടാത്തോണ്ട് അടുത്ത് എനിക്ക് കിട്ടി. അത് വൈകയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അത് നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. 1 ചായയും 1 പാലും, അതിനിടയിൽ കൂടി അവൻ കോഫിയും കൂടി ആഗ്രഹിച്ചു. 3ാമതൊരെണ്ണത്തിന് ആലോചിച്ചാൽ നീ ആരെ ആലോചിക്കും? വൈകമോൾ, എന്തോ ഇന്നത്തെ പാട്ട് എന്ന് പറഞ്ഞാല് ഇത് വന്നപ്പോൾ തൊട്ടുള്ളൊരു ലൗഡ് സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിന്റെ. അപ്പം മോള് അത് അത്രയും ലൗഡായിട്ട് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് മനസ്സിലായി. അപ്പം ഇതിന്റെ പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് കുട്ടൻ ചേട്ടൻ, അതായത് നമ്മളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ M ജയചന്ദ്രൻ, ദീപിന്റെ ചുണ്ടത്ത് ചെത്തിപ്പൂ പാടിയിട്ടില്ലേ ചിത്ര, എങ്ങനെയുണ്ട് അവരുടെ വേഴ്സിറ്റാലിറ്റി, എന്ത് തോന്നി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനി ടൈം നമുക്ക് മലയാളം സാധാരണ കേൾക്കുന്ന സിംഗേഴ്സിൽ നിന്നും വളരെ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ എടുത്ത് ചോദിച്ചു, ദീപിൻ്റെ പാട്ട് ചുണ്ടത്ത് ചെത്തിപ്പ് കുറച്ച് ഫോക്കിഷ് അല്ലേ, കുറച്ച് സ്റ്റൈലിഷ് വെസ്റ്റേണിഷ്. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വോയിസാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അത് ഈ പാട്ടായിരുന്നു. അപ്പോൾ ചിത്ര അയ്യറിനെ ഇത്രയും സെർച്ച് ചെയ്ത് ചിത്ര അയ്യറിലേക്ക് വരാൻ കാരണം, ചിത്ര അയ്യർ യുണീക്കാണ്. ചിത്ര അയ്യറിൻ്റെ വോയിസ് മോഡുലേഷൻസ് അല്ലെങ്കിൽ ആ സ്റ്റൈൽ മലയാളത്തിൽ അന്ന് ആർക്കും തന്നെ ഇല്ല കേട്ടോ. അതൊരു സൈഡിൽ. മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ സരസ്വതി ശങ്കർ എന്ന് പറയുന്ന ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിംഗർ. ഈ 2 സിംഗേഴ്സിനെ ഒരു പാട്ടിൽ വരുമ്പം അതിൽ കിട്ടുന്ന
എന്താ പറയണ്ടേ, ഡൈവേഴ്സിറ്റി എന്ന് പറയില്ല, അതായത് ഒരു പല സ്റ്റൈൽസ് ഓഫ് സിംഗിങ്, 2 ടൈപ്പ് ഓഫ് മ്യൂസിക്, ആ ടോട്ടൽ ഇമ്പാക്റ്റാണ് ആ സ്ക്രിപ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 കൈൻഡ് ഓഫ് മ്യൂസിക്കിൽ 2 സ്റ്റൈലിൽ സ്പെഷ്യലൈസ് ചെയ്ത് 2 സിംഗേഴ്സിനെയാണ് മോള് ഒറ്റയ്ക്കെടുത്ത് ഇവിടെ പാടി ഫലിപ്പിച്ചത്. അതിനാണ് ഇവിടെ ക്രെഡിറ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഒരു വിധത്തിലും മോള് സരസ്വതി ശങ്കറിനെക്കാളും അല്ലെങ്കിൽ ചിത്ര അയ്യറിനെക്കാളും സുപ്പീരിയർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രായത്തിൽ 2 സ്റ്റൈലും ഒരേപോലെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രോമിസിംഗ് ആണ്. വലുതായി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. രണ്ടാമത്, മോൾക്ക് വേണ്ടി ശബ്ദം കൊടുത്തുകൊണ്ട് മോൾ ആക്ട് ചെയ്തുകൊണ്ട് പാടുന്നു. മറ്റേ ക്യാരക്ടറിന് മോള് പ്ലേ ബാക്ക് ആണ് ചെയ്യുന്നത്. വേറെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് പ്ലേ ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം മോള് ത്രൂ ഔട്ട് ബിസിയാണ് ഈ പാട്ടിൽ. അതെ, ഡ്രാമയുണ്ട്, ഡാൻസ് ഉണ്ട്, പ്ലേ ബാക്കും ചെയ്യുന്നുണ്ട്, പ്ലേ ബാക്ക് വിത്ത് ആക്ടിങ്ങും ഉണ്ട്, വിച്ച് ഇസ് ഫിനോമിനൽ. താങ്ക് യു സർ, താങ്ക് യു. അപ്പം ഇത്രയെല്ലാം കൂടി വരുമ്പം എനിക്കറിയില്ല ഇതിനെ. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് കാവാലം ശ്രീകുമാർ, അതൊരു സാധാരണ പാട്ടുകാരനുമല്ല, അതെല്ലാരും ഇങ്ങനെ നോക്കുന്ന ഒരു പാട്ടുകാരൻ. ഇതൊന്നും പോരാത്തതിന് അതും കൂടി എടുത്തിട്ട് നോക്കിയിട്ടുണ്ട്. മോള് എവിടെയെങ്കിലും ഒന്ന് ഈ പാട്ടിൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ ശ്രീകുമാരേട്ടൻ്റെ പാടിയ പോർഷൻസ് ആണ് അത്. പക്ഷെ ഞാൻ ഒരിക്കലും മോളെ ബ്ലെയിം ചെയ്യില്ല. അത് വേറെ റേഞ്ചാണ്, മെയിൽ ഫ്രീക്വൻസിന് വേണ്ടി കമ്പോസ് ചെയ്തിരിക്കുകയാണ്. തിരിച്ച് ഇതെന്താണെന്ന് അറിയുന്ന ജഡ്ജസ് അതൊരു തെറ്റായിട്ട് പറയില്ല. അതുകൊണ്ട് അത് നെഗ്ലിജിബിൾ. ശ്രീകുട്ടൻ ചേട്ടൻ ലാസ്റ്റ് ഒരു സംഭവം പറഞ്ഞു, നെഗ്ലിജിബിൾ. അതും ഡെഫിനറ്റ്ലി ഞാനും നെഗ്ലിജിബിൾ ആയിട്ട് തന്നെ പറയും. കാരണം അത്രയും വലിയ ടാസ്ക്കാണ് മോൾ ഇവിടെ എടുത്തത്. എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ യു ആർ അമേസിങ്. താങ്ക് യു സർ, താങ്ക് യു. എന്തു പറയാനാ വൈക, എനിക്ക് വയ്യ. ഓ മൈ ഗോഡ്. രണ്ടുപേരും എക്സ്റേ പോലെ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു തന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജഖാ സ്ഥലം എന്ന് വെച്ചാൽ, നിന്നെ താരാട്ടാം ആ ഒരു സ്ഥലം ഉള്ളല്ലോ, മാമൂട്ടാം, അതൊന്ന് പാടാവോ? ആ ബേസിൽ ആ ഒരു സംഗതി എവിടെ? ആ തൂഷനില വെച്ച് തുമ്പപ്പൂ ചോറിട്ട് സാമ്പാറും ചമ്മന്തിയും, നിന്നെ മാമൂട്ടാം താരാട്ടാം തങ്കക്കുടമല്ലേ. മാമൂട്ടാ, അത് വളരെ എന്തോ ഒരു ഗംഭീര്യത്തോട് പാടിയല്ലേ, ഗാംഭീര്യം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഹൈ റേഞ്ച് പെട്ടെന്ന് അങ്ങനെ മാറിയത്, ഇതെന്താണിത്, റോളർ കോസ്റ്റർ റൈഡ്. ഇപ്പൊ ഞാൻ ഹൈ ആയി, ഇപ്പൊ ലോ ആയി, ഇങ്ങനെ മാറി മാറി എനിക്ക് തന്നെ കുറച്ച് ഷോക്കായ കേട്ടോ. ഇതെന്താ ഇതിങ്ങനെ കളി? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറുപ്രായത്തിൽ നമുക്ക് അതിൻ്റെ ഒരു പേടിയില്ല. അങ്ങനെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് എല്ലാം ഈസി ആയിട്ട് ചെയ്യുന്നു, അങ്ങനെ അസാൾട്ടായിട്ട് ചെയ്യുന്നു എല്ലാം. സോ അത് കാണുമ്പം എന്തൊരു സന്തോഷമാണ്, ഒരുപാട് അഭിമാനം തോന്നി. ഡ്രാമ പറയണ്ട. അപ്പോൾ ഐശ്വര്യ തീർച്ചയായിട്ടും നമ്മൾ ഏത് സിനിമയിൽ നിന്ന് നെക്സ്റ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജും ഒരു സ്റ്റൈലും ഒരു ആറ്റിറ്റ്യൂഡും, ഏത് ഡ്രസ്സ് കൊടുത്താലും അതിൻ്റെ ഒപ്പം അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ നമ്മുടെ ഈ റോമിയോ, മൂന്നാമത്തെ കോഫി വേണോ? വളരെ ഭംഗിയായിരുന്നു കേട്ടോ. അമേസിങ്. ഗോഡ് ബ്ലെസ് യു. യെസ്. കുട്ടനാട്ടിലെ കൊച്ചു പെണ്ണെ എന്തോ അസലായിട്ട് പാടി കേട്ടോ. ഇവരെല്ലാം അതിന്റെ നല്ല വശങ്ങളും പ്രശ്നങ്ങളുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഉണ്ടോ പ്രശ്നം? അതെന്തായിരുന്നു ഞാൻ. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ട് മോള് പാടി. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ് തന്നെ പാടാന്ന് പറഞ്ഞു. ഇപ്പം 3 പേര് പാടിയിട്ടുള്ളതാണ്. അത് ഈ 3 പേര് പാടിയതും ഒരുമിച്ച് ഒരാൾ തന്നെ പാടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല കേട്ടോ. വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം ആ കാര്യത്തിൽ കേട്ടോ. പിന്നെ ഈ സമയത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ രാജസേനൻ, ഡയറക്ടർ. അതെ അതെ, അദ്ദേഹം ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പടങ്ങളിൽ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ പാട്ട് ട്യൂൺ ചെയ്യുമ്പോഴും ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജസേനൻ. അദ്ദേഹം നന്നായിട്ട് പാടും, നന്നായിട്ട് തബല വായിക്കും. അതുകൊണ്ടൊരു മ്യൂസിക് ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എളുപ്പം അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്ത് സേനൻ ചേട്ടൻ എനിക്ക് തന്ന പാട്ടുകൾക്കും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനും ഒരു വലിയ നന്ദി പറയും. താങ്ക് യു. വൈഗാലക്ഷ്മി, ഇന്ന് ഞാൻ തരുന്നത് 9.25 out of 10. താങ്ക് യു സർ. വൈഗ എന്തോ 9.5. താങ്ക് യു സർ. വൈഗ എന്തോ ഞങ്ങൾ തരുന്നു 9.5. താങ്ക് യു. So 28.25 out of 30. താങ്ക് യു സർ.
ആൻഡ് വൈഗമോൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്നു a golden crown. താങ്ക് യു സർ. ആടിയൊരു രാജസേനം പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കുഞ്ഞു കുറുമ്പിന്റെ വാത്സല്യ മധുരം പകരാൻ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ മേഘ്നക്കുട്ടി എത്തുന്നു. വെൽക്കം മേഘ്നക്കുട്ടി ഓൺ സ്റ്റേജ്. വെയിറ്റ് തരണോ കണ്ണ ഇങ്ങനെ സൈഡിലോട്ട് പോകുന്നേ? എന്ത് പറ്റി മോളെ? അതായത് ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ ചരിഞ്ഞ് നമ്മൾ വിചാരിക്കും ബാക്കിൽ നിന്ന് ഇപ്പൊ വീഴുമെന്ന് വിചാരിക്കും. പക്ഷെ അതിങ്ങനെ പതുക്കുന്നു വരും, പിന്നെയും വലത്തോട്ട് പോകും. അതുപോലെ ഇരിക്കുന്നു. എന്തോ തലയിൽ വെച്ചിരിക്കുന്നേ? തലയില് മുടി സ്വന്തം മുടിയാണോ? പിന്നെ ഒറിജിനൽ മുടിയാ? അത് ചുമ്മാ ഇല്ല, ഒറിജിനൽ അത്ര വലിയ ഉണ്ടായിട്ടിരിക്കുന്നോ? ഒറിജിനൽ ആണേ. ആണോ? അത് സത്യത്തിലാണോ മീനുട്ടി? ആ, സത്യത്തിൽ ഒറിജിനലാ. ഇത്രയും മുടിയുണ്ടോ മേഘനക്കുട്ടിക്ക്? ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. അത് പണ്ട് അത് വെട്ടി കളഞ്ഞിട്ട് പിന്നെ അതെടുത്ത് ഒട്ടിച്ച് മുടി വെച്ചിരിക്കല്ലേ? എന്തിയാ മിയക്കുട്ടി? മീക്കുട്ടി എപ്പോഴാ എത്താന്നറിയില്ല. ഇന്ന് മീക്കുട്ടിയുണ്ട് തീക്കുട്ടിയുണ്ട്. ഓ, ഇന്ന് രണ്ടെണ്ണം ഉണ്ടോ? ഓ, ഞങ്ങളുടെ ഗതി അതോ ഗതിയല്ലേ? മോഹിനിയാട്ടം കളിക്കാൻ പോകണോ? അല്ല, ഒരു കുഞ്ഞാവയുടെ അമ്മയാണ് ഞാൻ. ആ കുഞ്ഞാവയ്ക്ക് ചോറുണ്ണിന് വരുവാ ഞാൻ. എനിക്കറിയാം. ഞാൻ പറയട്ടെ, ആ കുഞ്ഞാവയോട് ചോദിക്കും, അപ്പം വേണോ മോളെ? അല്ലേ? അട വേണോ മോളെ? ചോറ് വേണോ മോളെ? ചോറില്ല, അപ്പം വേണം, അട വേണം, അമ്പാടി കുട്ടന് ചോറ്. ചോറുണ്ട്. എന്തായാലും നല്ല ചന്തമുണ്ട് കാണാൻ കേട്ടാ. ചന്തം നല്ല ഭംഗിയുണ്ട്. അതൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. എന്നാ പോട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കേട്ടിട്ടില്ല. മേഘന, എന്തെന്തോ ഐ ലവ് യു. ഐ ലവ് യു ടു. അപ്പൊ നമ്മൾ പാടി തകർക്കുന്നു. വേണോ അല്ലേ? ഓക്കെ, എന്നാ പാടിക്കോ. ഗോൾഡൻ ക്രൗൺ വേണമെന്നില്ല അല്ലേ? അത് ശരി. അല്ല, അവളെ ആരോ പഠിപ്പിച്ചു വിട്ടു കേട്ടോ. എനിക്ക് ഗോൾഡൻ ക്രൗൺ വേണമെന്ന് നീ മോള് പറയല്ലേ. അപ്പൊ ആദ്യം അറിയാതെ പറഞ്ഞു എനിക്ക് ഗോൾഡൻ ക്രൗൺ വേണം. പിന്നെ ഓ, അച്ഛൻ അവിടെ കേട്ടോണ്ടിരിക്കും അല്ലേ? ആരാ പറഞ്ഞു തന്നെ? ആരാ? അതെ പറയില്ല. മീനുട്ടി, എന്റെ ഇതെന്താണെന്നറിയാം, പിള്ള മനസ്സിൽ കള്ളമില്ല. അനന്യക്കുട്ടി വിളിക്കാറുണ്ടോ? അനന്യക്കുട്ടിയുടെ നമ്പർ ഉണ്ട് എന്റെ കയ്യില്. ഉണ്ട്. പക്ഷെ വിളിക്കാറില്ല. ചിലപ്പോ ഇപ്പൊ എക്സാമിലൊക്കെ ആയിരിക്കില്ലേ, ചിലപ്പോ ബിസി ആയിരിക്കും. അല്ല, അനന്യ ഇഷ്ടമാണോ? ഇഷ്ടാ. അനന്യെ കണ്ടാണോ പഠിക്കുന്നേ? എല്ലാരും ചേച്ചി എല്ലാവരെയും കൂടെ പഠിക്കും. അപ്പൊ പാടിക്കോ മോളെ. മോള് പാടാൻ റെഡി ആയിട്ട് വന്നല്ലേ അല്ലേ? പാടിയിട്ട് നമുക്ക് പ്രഥമന്റെ ഈ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നിപ്പം മേഘനക്കുട്ടി ഒരു ഇല അങ്ങോട്ട് വെക്കും കേട്ടോ മീനുട്ടി. വെച്ചിട്ട് നല്ല അപ്പം വെച്ചുകഴിഞ്ഞാൽ നല്ല സൂപ്പർ ചൂടപ്പം. എനിക്ക് അപ്പം എന്നിട്ട് അട എന്ന് വെച്ചാൽ അതിനകത്ത് തേങ്ങയും. എനിക്ക് അട ഇഷ്ടം, അപ്പം ഇഷ്ടമാണ്. KFC ചിക്കൻ അതിന്റെ കൂട്ടത്തില പറഞ്ഞത്. ഇന്ന് ഞാൻ മാർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഔട്ട് ഓഫ് 5 ഞാൻ കൊടുക്കുന്നില്ല. ആരാണ് പറഞ്ഞത്? ഞാനല്ല. ഇതൊന്നും പറഞ്ഞില്ല. എങ്ങനെ അറിയാം അനുമാമിന് KFC ചിക്കൻ ഭയങ്കര അയ്യോ, നീ ഒന്ന് പ്ലീസ് വീണ്ടും പറഞ്ഞത് വേണ്ട. ഞാനൊന്നും അത് കഴിക്കാറേ ഇല്ല മോളു. ആരാണ് പറഞ്ഞത് ഇതൊക്കെ? ഇതാരും പറഞ്ഞിരുന്നില്ല, സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ തെളിയിക്കുകയാണ്, ഞാൻ അത് കഴിക്കുന്നില്ല.
കഴിക്കുന്നില്ല എന്നല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കില്ല. ഓക്കെ. പക്ഷെ വേറൊരു കാര്യം, അപ്പം കഴിക്കും. കാലത്ത് ഇങ്ങനെ മടിയിൽ ഒരു വലിയ ബോക്സ്, വലിയ ബോക്സിൽ ഇച്ചിരി ബോക്സിൽ ഞാൻ വൈറ്റ് കഴിച്ചു. ഇത്രയും ബോക്സ്, ആ ബോക്സിനകത്ത് ഞാൻ കുത്തി കുത്തി തിന്നുക. പിള്ളേർ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ വലിച്ച് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താന്ന് ചോദിച്ചപ്പോ എഗ് വൈറ്റ്. ഞാൻ ചോദിച്ചു, ഈ എഗ് കോഴിയുടെ അകത്തിരിക്കുന്നതല്ലേ? കോഴിയുടെ അകത്തിൽ ഇരിക്കുന്നത് പക്ഷെ ഔട്ട്സൈഡ് വരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. മനസ്സിലായില്ലേ? ഇല്ല. അല്ല, മനസ്സിലാവണ്ട, ഒന്നും വലിയ കാര്യമില്ല. നമുക്ക് പാട്ട് പാടാം കേട്ടോ. പാടിക്കോ കേട്ടോ. പക്ഷെ എനിക്ക് അപ്പം മാത്രം വേണം. മേഘനക്കുട്ടി അതെല്ലാം പാടി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ വിശക്കും പോകുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം വേണം, അട വേണം, അമ്പാടിക്കുട്ടന് ചോറൂണ്. അപ്പം വേണം, അട വേണം, അമ്പാടിക്കുട്ടന് ചോറൂണ്. വായോ വായോ വയനാടൻ കാറ്റേ, വയറു നിറച്ചും ചോറു തരാം. വായോ വായോ വയനാടൻ കാറ്റേ, വയറു നിറച്ചും ചോറു തരാം. കാലേ കുളിക്കണം, കസവുമുണ്ടൊടുക്കണം, കാവിൽ പോവാൻ തുണ വേണം. കാലേ കുളിക്കണം, കസവുമുണ്ടൊടുക്കണം, കാവിൽ പോവാൻ തുണ വേണം. വായ്ക്കുരവയിടാൻ വണ്ടുകൾ വേണം, ഭയം വരയ്ക്കാൻ കിളി വേണം. കുഞ്ഞി പെണ്ണേ കുയിലാളെ, കന്നി നിലാവിനെ കറന്നില്ലേ. കുഞ്ഞി പെണ്ണേ കുയിലാളെ, കന്നി നിലാവിനെ കറന്നില്ലേ. നറും പാലിനാൽ പ്രഥമൻ വേണം, നാട്ടാർക്കൊക്കെ വിരുന്നാണ്. അപ്പം വേണം, അട വേണം, അമ്പാടിക്കുട്ടന് ചോറൂണ്. ഊണു കഴിഞ്ഞിട്ടുണ്ണിക്കാടാൻ ഊഞ്ഞാലിടണം മഴവില്ലേ. മാനത്തോപ്പിൽ ഊഞ്ഞാലാടാൻ മൈനക്കിളികൾ കൂട്ടുവരും. അപ്പം വേണം, അട വേണം, അമ്പാടിക്കുട്ടന് ചോറൂണ്. വായോ വായോ വയനാടൻ കാറ്റേ, വയറു നിറച്ചും ചോറു തരാം. രാരിരാരാരോ, രാരിരാരാരോ. കുഞ്ഞുട്ടി. മേലുകുട്ടീനെയാ. ഓ, ഞാൻ വിചാരിച്ചു മീനാക്ഷി ചേച്ചിനായിരിക്കുന്നു. അല്ല, കുഞ്ഞുട്ടീന്ന്. മീനുട്ടീന്നാ കേട്ടത്. മനസ്സിലായോ? ആ, മനസ്സിലായി. കുഞ്ഞുട്ടി ഇന്നങ്ങ് വെച്ച് കാച്ചി മുക്കി ഇന്ന കസറി. കസറി. അപ്പൊ ഇന്ന് മോള് അപ്പം വേണം, അട വേണം എന്നൊക്കെ പറഞ്ഞു. ഇതിലേത് ശരിക്ക് വേണം മോക്ക്? അട. അടയാണ് ഇഷ്ടം. അനുമാമ്പത്തിന് അടയാണ് ഇഷ്ടം. അപ്പൊ രണ്ട് സെയിം ആണല്ലോ.
എന്ത് വെച്ചിന്ന് ഇത് അതെ അതെ സെയിം പിച്ച് സെയിം അട കഴിക്കാറുണ്ടോ മേഘനക്കുട്ടി? ആ ഞാൻ കഴിക്കാറുണ്ട്. പണ്ട് ഒരു പാർസൽ വെച്ചിട്ട് അട കഴിച്ചു. പണ്ട് പാഴ്സൽ വാങ്ങിച്ചിട്ടാ കഴിച്ചത്? പണ്ടല്ല, വീടെടുത്ത സമയം. ആണോ? ഈ അടുത്ത ഇപ്പൊ ഞങ്ങള് വീടൊക്കെ വെക്കേറ്റ് ചെയ്ത് അസറ്റ് ഹോട്ടലിലേക്ക് വന്നു ഫസ്റ്റ് ഫ്ലോറില്. ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത്. എപ്പോ പറഞ്ഞു? ഞാൻ അങ്ങോട്ട് എന്ന് അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞങ്ങള് വീടൊക്കെ വിട്ടു. കള്ളല്ലേ? അല്ലല്ല, നിങ്ങൾ എല്ലാരും കൂടെ ഒരു മുറിയിലാണ്. ആ മുറിയിൽ ആഹാരമൊക്കെ പാചകം ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്, പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം മേക്കപ്പിനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തില് അപ്പം അടയും ചോറും ഇതെല്ലാം വെച്ച് വെച്ച് സ്പ്രിഞ്ച് കാണുന്നാണ് ഞാൻ കേട്ടത്. ഇത് ഭാസ്കരൻ മാഷ് എഴുതിയ മോളെ? അല്ല, ഭാസ്കരൻ മാഷറല്ല. പിന്നെ ആരാ? രണ്ടും പീലായിരുന്നു തുടങ്ങുന്നത്. പാടിയത് പീലിയിലാന്നാണ്, പക്ഷെ ഞാൻ വിളിക്കുന്നത് പീലി ചേച്ചി എന്ന് വിളിക്കും. പീലി ചേച്ചിയാ? അപ്പൊ ശാന്ത പി നായർ ചേച്ചി എന്ത് വിളിക്കും? അല്ലെങ്കിൽ പി ചേച്ചി എന്ന് വിളിക്കാം. രണ്ട് പി ചേച്ചി, രണ്ട് പി ചേച്ചി. പക്ഷെ അപ്പൊ അത് എഴുതിയതാരാ? എഴുതിയത് അതും പീല് സ്റ്റാർട്ടിംഗ് ആണ്. ഭാസ്കരൻ മാഷ്. ഭാസ്കരൻ മാഷ്. അപ്പം മ്യൂസിക് മ്യൂസിക് ആരാ? MS ബാബുരാജ് മാഷ്. ഓ അതെന്ത് പുള്ളിയുടെ അടുത്തിരുന്ന അല്ല അത് കേട്ട് കഴിഞ്ഞാല് ഓ ബാബുരാജ് മാഷ് പുള്ളിയൊക്കെ എന്തോന്ന് എന്നുള്ളൊരു രീതിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിൽ നമ്മള് കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉണ്ണിക്ക് ഒന്ന് ഉറങ്ങണ്ടേ? ഉറങ്ങണം. അതിനെന്താ ചെയ്തിരിക്കുന്നത്? ആണോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ചിന്ത ആകാശം മുട്ടയുള്ള ചിന്തയാണ്. ഒരു റെയിൻബോ കെട്ടിയിട്ട് അതിലൊരു മുട്ട ഞാൻ എന്താ പറഞ്ഞു? മുട്ടയുള്ള ചിന്തയാണ്. ആ മുട്ടയല്ല, സോറി ആകാശം മുട്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. ആകാശം മുട്ടി നിൽക്കുന്ന മനസ്സിലായോ? മുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഭാസ്കരൻ മാഷിന്. വെളിച്ചപ്പാടല്ല, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അങ്ങനെ ഒരു വീക്ഷണം. അപ്പൊ അതുകൊണ്ടാണ് ഊണ് കഴിച്ച് ഊഞ്ഞാലാടാൻ മഴവില്ലിട്ട് കൊടുത്തു. പിന്നെന്ത് ചെയ്ത് കൊടുത്തു? മാനത്തോപ്പിൽ ഊഞ്ഞാലാടാൻ മൈനക്കിളികൾ കൂട്ട്. നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് മൈനക്കിളികളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല മോളൊന്ന് കണ്ണടച്ച് ആലോചിച്ചു. അതായത് മോള് അപ്പം കഴിച്ച് അട കഴിച്ച് ചോറ് കഴിച്ച് ഇത് കഴിച്ചിട്ട് ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് കിളി വന്നിരുന്ന് ആ ഊഞ്ഞാലാട്ടി ഉറക്കി തന്ന എങ്ങനെ ഇരിക്കും? നന്നായിരിക്കും. ഇങ്ങനെ കിടക്കുമ്പോ അതിങ്ങനെ കണ്ട് മനസ്സിൽ ഇങ്ങനെ ഓർക്കുമ്പോ അങ്ങനെയായിരുന്നു. അതാണ് ഭാസ്കരൻ മാഷ്. അപ്പൊ മോൾ ഇതൊക്കെ അറിയണം, വരികളൊക്കെ പഠിച്ചു വെക്കാം. നല്ല ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ടോട്ടലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ മോളെ. മോളിങ്ങനെ കുഞ്ഞൂട്ടിയായിട്ട് നിന്ന് പാടുന്ന കേൾക്കുമ്പോഴത്തേക്ക് കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കാൻ എന്തൊരു സുഖം. കീപ് ഇറ്റ് അപ്പ്. ഐ ലവ് യു. പാട്ടല്ലേ പാട്ട്. പിന്നെ ഓരോ വരികളുടെ മീനിങ് മനസ്സിലാക്കി ഇങ്ങനെ ചോറൂണും പിന്നെ അതൊക്കെ ഇതൊക്കെ കാണിച്ചു തന്നുല്ലേ ഓരോ വാക്കും. അങ്ങനെ ആക്ഷൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ നരുംപാലിനാൽ പ്രഥമനല്ലേ. ഓഫ്കോഴ്സ് അത് ഇഷ്ടമാണ് പ്രഥമൻ, എന്നാലും അത് പാടിയതല്ലേ ഇങ്ങനെ കൈ ഒന്ന് കാണിച്ച് പ്രഥമൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറട്ടെ, ഡോളിനെ കുറിച്ചാണ്. മറന്നു പോവാണേ. ശരിയല്ലേ? അനുരാധ ചേച്ചി ആണെങ്കിൽ വാങ്ങിച്ചേ. അപ്പൊ ഞാൻ അനുരാധ ചേച്ചി വാങ്ങിച്ചിരുന്നത് എവിടെന്നാന്നറിയോ? അല്ല ഞാൻ നിരത്തി വെച്ചിരിക്കുന്ന സാധനം ഒന്നുമില്ല, ഞാൻ നല്ല ഡോള് മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. ഇത് ഇനി അടുത്ത തവണ മോൾ ഇവിടെ വരുമ്പം നിക്കുമ്പം പാട്ടിന് മുമ്പ് അങ്കിള് തന്നിരിക്കും. സത്യം കാവിലമ്മയാണ് സത്യം, സർപ്പത്താൻമാരാണ് സത്യം, ഓർക്കലി ഭഗവതി ആണ് സത്യം. പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, ക്യൂട്ടായിരുന്നു, കാണാനും നല്ല സുന്ദരിയായിട്ടുണ്ട്. ഈ വേഷത്തിനൊരു ഡാൻസ് കണ്ടാലോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഭരതനാട്യം നല്ലതായിരിക്കും. ഒന്ന് കളിക്കാമോ?
അയ്യോടാ. കൊള്ളാലോ. എന്ത് രസമല്ലേ? അയ്യോ അയ്യോ സൂപ്പർ ആയിട്ടോ, കലക്കി. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് പാടി. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അങ്കിളിന് നല്ല ഇഷ്ടമായി മോള് പാടിയത്. ഇനി ഈ പാട്ട് മോള് ആരാ മോളെ പഠിപ്പിച്ചത്? ഈ പാട്ട് ഞാൻ തന്നെ പഠിച്ചതാണോ? അച്ഛൻ ഹെൽപ്പ് ചെയ്തില്ല? അച്ഛൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ബ്രീത്ത് എടുത്തില്ലെങ്കിൽ നിറം പാലിനാൽ പാടുമ്പോ അപ്പൊ ബ്രീത്ത് എടുത്തിട്ട് വായ തുറന്ന് പാടുമ്പോ എനിക്ക് കിട്ടി. അത് അച്ഛനാ പറഞ്ഞു? അച്ഛൻ പറഞ്ഞൊരു ഇതാ ട്രിക്ക്. ശരി. ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് കുറെ ട്രിക്സ് ഒക്കെ ഉണ്ടോ കയ്യില്? കൊറേ ട്രിക്സ് ഉണ്ട്. ഇന്ന് പാടിയതെല്ലാം അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഈ ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണോ മോള് നമ്മളുടെ അമ്പലപ്പുഴ പാടിയപ്പോ ഇട്ടത്? അത് പട്ടുപാവാടയും പിന്നെ ഒരു ഷാളും. ഓ, എന്തായാലും അങ്കിള് നല്ല ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. MG അങ്കിളെ, നമ്മൾ നേരത്തെ ഇവിടെ അനന്യക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അത് കേട്ടപ്പോ ഒരു സാധനം ഇപ്പൊ കാണിച്ചു തരാം, നോക്കോയേ. മേഘ്നക്കുട്ടിയുമായോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? ഞാൻ വീട്ടില് എനിക്ക് കളിക്കാൻ ആരുമില്ല, അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കും. അമ്മയ്ക്ക് കുറേ പണിയുണ്ട്, അച്ഛൻ അവിടെ വർക്കും ഉണ്ട്. പക്ഷെ ഞാനപ്പോ ചുമ്മാ ഇരിക്കും. എനിക്കിപ്പോ തലയും കറങ്ങും, ബോഡിയും കറങ്ങും, എല്ലാം കറങ്ങും, ബോറടിക്കും. പക്ഷെ ഞാനുണ്ടാവുമ്പോ കുറച്ചും കൂടി ഫണ്ണാവൂലേ? കുട്ടി, നമുക്കൊരു കളി കളിച്ചാലോ? ഞാൻ ടോം, മേഘ്നക്കുട്ടി ജെറി. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇഷ്ടമാണ്. കൊണ്ടുവരട്ടെ. ഓക്കേ. ഓക്കേ. താങ്ക് യു. ഇനി ഞാൻ പോട്ടെ. ഇനി കാണാലോ. ഞാൻ പിന്നെയും വരുവേ. അയ്യോ, ഇത് നമ്മുടെ അനന്യക്കുട്ടി മേഘ്നക്കുട്ടിയുടെ വീട്ടില് സർപ്രൈസ് ആയിട്ട് വന്നതാ. പുറത്തുനിന്ന് വാതിലൊക്കെ തട്ടുന്നു. ഞാൻ കണ്ടില്ല, പക്ഷെ വാതില് തുറന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അവിടെ സ്ക്രീനിൽ അനന്യക്കുട്ടി കരയല്ലേ, ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്നോണ്ട് ശരി. ശരിക്കും സങ്കടം വന്നോ? കരഞ്ഞോ? എനിക്ക് ആ യാത്ര പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്ന് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു പോയി. എനിക്കും സങ്കടം വന്നു. നന്നായിരുന്നു മോളെ. നമുക്ക് മാർക്കിലോട്ട് പോയാലോ? അതാ ഞാനും വിചാരിച്ചിരുന്നേ.
അപ്പൊ മേഘ്ന കുട്ടിക്ക് ഇന്ന് അങ്കിൾ തരുന്നത് 8.75. താങ്ക് യു. മേഘന മോൾക്ക് ഇന്ന് അങ്കിളും തരുന്നത് 8.75. താങ്ക് യു. മേഘ്ന മോൾക്ക് ഞാനും മധുവേട്ടനും ചേർന്ന് തരുന്നത് 8.75. താങ്ക് യു. So 26.25 out of 30. താങ്ക് യു. മേഘന മോൾക്ക് ഇന്ന് കിട്ടുന്ന ഗ്രേഡ് ആണ് A extreme. താങ്ക് യു. ആദ്യ ഒരു അടപ്രഥമൻ പൂക്കുറ്റി. Congratulations, you are awarded A extreme. താങ്ക് യു. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റാ. നമ്മളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി ആണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in ലോഗിൻ ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, AC, ലാപ്ടോപ്പ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും myji.in ലഭ്യമാണ്. ഗാഡ്ജറ്റുകൾ ബുക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തിയാൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറി വഴി നിങ്ങൾക്ക് എത്തിക്കുന്നു. കൂടാതെ മികച്ച സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മൈജി കെയർ പദ്ധതിയും G.Dot പ്രൊട്ടക്ഷനും എക്സ്ചേഞ്ച് സ്കീം അടക്കമുള്ള വിവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള 83 മൈജി ഷോറൂമുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. മലയാളത്തിന്റെ മനം കവർന്ന നമ്മുടെ സ്വന്തം ദേവൂട്ടി കോഴിക്കോട് നിന്നും ദേവനന്ദക്കുട്ടി. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തരുത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്നു പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? ചിങ്കി ചക്കിടി ചിക്കാ ചാഞ്ചാ, ആ ചിങ്കി ചക്കിടി ചിക്കാ ചാഞ്ചാ.
ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. കൊരങ്ങാ കൊരങ്ങാ കോയിന്റെ മണം അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോയിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോയി ഉണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നുണയെ പറയൂ. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്. ഇറങ്ങാൻ ഇറങ്ങണേ. MS സുബ്ബു എന്ന് ഇനി എനിക്ക് വിളിക്കാൻ പറ്റില്ല. അയ്യോ, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ മരുമോള്. ഞാൻ എപ്പോഴും നേരത്തെ പറയാറുണ്ടല്ലോ കുതിരോട്ടം. അതിപ്പോ കറക്റ്റ് ആയില്ലേ? അതെ, ഇപ്പൊ മാത്രം, ഇപ്പൊ ചെറുതായിട്ടൊന്നും മട്ടാണല്ലേ? എല്ലാവരും എന്നോട് അങ്ങനെ ചോദിക്കും. അതെന്താ? എന്തായാലും അതിഗംഭീരം, പറയാതിരിക്കാൻ വേണ്ട. സുബ്ബു ഞാൻ പാടിയിട്ടുണ്ട്, SPV സാർ പാടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചിത്ര കുറച്ച് പോർഷനുണ്ട്. ഇതെല്ലാം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് പാടിയാണ്. കോതണ്ടപാണി സ്റ്റുഡിയോയിൽ ഞാനൊരു ബൂത്ത്, സാറൊരു ബൂത്ത്, വയലിൻസ് വേറെ സെക്ഷൻ, ഇതെല്ലാം കൂടെ ഒറ്റ ടേക്കിലെടുത്താണ്. 1 or 2 ടേക്ക് എടുത്തെന്ന് തോന്നുന്നു. പക്ഷെ ഫൈനൽ ടേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇരുടാ അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഇട്ട് വിറപ്പിച്ചോളാം. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സംഗതി പാടില്ലേ, അത് പാടിയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഇത് കഴിഞ്ഞിട്ട് ബൂത്തിൽ വന്ന് കേട്ടപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്സാണ് ഞാൻ പറയുന്നത്. അത് SPB എന്ന് പറഞ്ഞ ഒരു വലിയ കലാകാരൻ്റെ ഗ്രേറ്റ്നെസ്. അദ്ദേഹം എത്രയോ സംഗതി അതിനകത്ത് ഇതുപോലത്തെ മറ്റേ ഇത് ചിരിയും അതും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പാട്ടിനകത്തും ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഞാനീ ഒരു ചെറിയ സംഭവം പാടി എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് കത്തിയില്ല, വേണ്ട ഇതിൻ്റെ മേളിൽ പോകാൻ പറ്റത്തുമില്ല. അപ്പം അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞു, ഇത് കേട്ടോണ്ടിരുന്നത് സബാഷ് MG. എനിക്കിപ്പോഴും ആ ഒരു ശബ്ദം എൻ്റെ ചെവിയിലിരിപ്പുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ അന്ന് ഒന്നുമല്ല, പാടി തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അന്ന് വളരെ ലീഡിങ് ആയിട്ട് ഡബ്ബിങ് വരെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുക ഇപ്പോഴും. അദ്ദേഹം ഒരുപാട് നന്നായിട്ട് പാടി, അതിനകത്ത് ഗംഭീരമായിട്ട് പാടി. പക്ഷേ ഞാനൊരു സംഗതി പോലെ ഇട്ടതിന് അദ്ദേഹം ഇത് പറഞ്ഞു. അതിപ്പോൾ ഓർമ്മയിൽ വന്നുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു. എന്തായാലും മോഹൻലാലായിട്ടും ജഗതിയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മറ്റേ മേ മാലു നഹി, അത് വേണമെങ്കിൽ മോഹൻലാൽ ചെയ്ത് എന്താണ് പേര്? ജയപ്രകാശ്. അത് തന്നെ കേട്ടാ. സെയിം. ജഗതി സ്റ്റാൻലി കോട്ടയം. സൂപ്പർ. നിങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ് അല്ലേ? നിങ്ങൾ നന്നായിരുന്നു. ഇത് നമ്മുടെ പഴയ ആള് തന്നെ. അയ്യോ പ്രലോഭായിരുന്നു. ടോട്ടൽ ഇറ്റ് വാസ് എ എന്താണ് ഫുൾ പാക്കേജ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഈ ഇത്രയും സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഗ്രേറ്റ് വർക്ക്. ദേവനന്ദയുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഐ ഓപ്പണിംഗ് ആണ് ഇന്ന്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദേവനന്ദ എന്തിനാണ് നല്ലത് എന്ന് മനസ്സിൽ എഴുതിയതെല്ലാം മാറ്റി എഴുതേണ്ടി വന്നിരിക്കുന്നു. അടിപൊളി പാട്ടിൽ ദേവനന്ദ ഒറ്റയ്ക്ക്, വേറെ ഒരു ഡ്യുവറ്റായിട്ടോ അങ്ങനെ ഒന്നും അല്ലാതെ ദേവനന്ദ ഒറ്റയ്ക്ക് ഇത്ര ഇമ്പാക്റ്റ് അഭിനയിച്ചുകൊണ്ട്, അത് സ്കിറ്റുണ്ട്, അതിൽ ഡാൻസ് ഉണ്ട്, അതിലെ പാട്ടുണ്ട്, മൂന്നും ഒന്നിൽ ഭേദം മറ്റേത് എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്ത് ദേവനന്ദയ്ക്ക് വലിയൊരു കൈയ്യടി. എനിക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് തന്നെ നിങ്ങളുടെ ഡയലോഗ്സ്, അതായത് ലാലേട്ടനായിട്ട് വന്നതും അമ്പിളിച്ചേട്ടനായിട്ട് വന്ന 2 ആൾക്കാരുടെ ഒറിജിനാലിറ്റി, ഞാൻ ഇഷ്ടംപോലെ മിമിക്രിയും ഇഷ്ടംപോലെ സ്റ്റേജ് ഷോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ശരിക്കും മാറിപ്പോകുന്ന രീതിയിലാണ് നിങ്ങൾ ഗെറ്റപ്പ് ആയിട്ട് വന്നത്. താങ്ക് യു സാർ, താങ്ക് യു. ഈ കിലുക്കം എന്നുള്ളൊരു മൂവിയുടെ റീക്യാപ്പാണ് നിങ്ങളിവിടെ കാണിച്ചത്. അത് ഇൻ എ വെരി ഗുഡ് വേ. സൂപ്പർ. താങ്ക് യു. പിന്നെ ലാലേട്ടന് വേണ്ടി SPV സാറ് പാടി, അമ്പിളിച്ചേട്ടന് വേണ്ടിയിട്ട് ശ്രീകുട്ടൻ ചേട്ടൻ പാടി അല്ലേ, രേവതി ചേച്ചിക്ക് വേണ്ടി ചിത്ര ചേച്ചി പാടി. ഈ 3ഉം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് മോൾ ഇത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട്, ഒന്നും തമ്മിൽ ഇടിക്കാതെ വളരെ വെൽ ടൈംഡ് ആയിട്ട് ആ ഓവർലാപ്പ് നമുക്ക് അറിയുന്നില്ല.
അത് മോളുടെ ഒരു ഇന്റലിജൻസ് ആണ്. സൂപ്പർ. അതുകൊണ്ടാണ് ഇത് ഇവിടെ സക്സസ്ഫുൾ ആയത്. കാരണം ഈ രണ്ട് സിംഗേഴ്സും ഓവർലാപ്പ് ചെയ്ത് പാടുന്നത് ഒറ്റയ്ക്ക് പാടിക്കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യാൻ നോക്കി ഒരു വരി പകുതിയായി പോയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ കിട്ടില്ല. ഇത് വിത്ത് ആക്ടിങ് ആൻഡ് ഡാൻസിങ് ആൻഡ് സിംഗിങ് എല്ലാം പെർഫെക്റ്റ്. ഐ തിങ്ക് ദേവനന്ദയുടെ പെർഫോമൻസ് സോങ്ങിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് അൾട്ടിമേറ്റ് പെർഫോമൻസ്. സൂപ്പർ. ദേവനന്ദന്റെ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ പോലെ എനിക്ക് തോന്നി ഈ പാട്ട് കേട്ടിട്ട്. എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു. വളരെ അമേസിംഗ് ആയിരുന്നു. ഇവർ പറയേണ്ടതെല്ലാം ഇവർ പറഞ്ഞു. അങ്ങനെ പിക്ചർ കാണുന്നത് പോലെ തന്നെ. പക്ഷെ പിക്ചറിൽ 3 പേർ ചെയ്തത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് അത് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ഐ തിങ്ക് ദേവനന്ദൻ, നമുക്ക് തോന്നും ദേവനന്ദൻ വളരെ ഒരു ക്വയറ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന്. പക്ഷെ എനിക്ക് ഇന്ന് കണ്ടപ്പോൾ അത് ഉള്ളിൽ വേറെ എന്തോ ഉണ്ട്, പല കാര്യങ്ങളുണ്ട് ഉള്ളിൽ. കളി ഒന്നും എല്ലാം ഒളിച്ചു വെച്ചുവല്ലേ ഇതുവരെ. നമ്മുടെ തോന്നല്. അതെ അതെ. പക്ഷെ യു ആർ അമേസിംഗ്ലി ടാലന്റഡ്. അത് പറയേണ്ട കാര്യമാണ്. ഐ ജസ്റ്റ് എൻജോയ്ഡ് മൈ സെൽഫ്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. താങ്ക് യു. എന്താണെന്ന് കണ്ടത് പെട്ടെന്നേ ദൈവമൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, അങ്ങ് ആരാണ്, ഭവതി ആരാണ്? ഞാനാണ് ദേവനന്ദ. അങ്ങനെയൊക്കെയുള്ളൊരു ഫീല് ഇതുവരെ കണ്ട ദേവനന്ദേ അല്ല എന്ന്. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ആ ടീം വർക്കിനെ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ് ദേവനന്ദ. ഓൾ ദ ബെസ്റ്റ്. അപ്പോ ഇന്ന് നന്ദിനി തമ്പ്രാട്ടിയുടെ മാർക്ക് തീ കൊറോണ 10-10. അപ്പം നന്ദിനി തമ്പ്രാട്ടിക്കും ജോജിക്കും നിശ്ചലിനും സമദ് ഖാൻ എല്ലാവർക്കും കൂടി കിട്ടുന്നു ഫുൾ മാർക്സ് 10 out of 10. താങ്ക് യു സർ. അപ്പം ഞാനും അനുമാമും ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും, ഈ ടീമിലുള്ള എല്ലാവർക്കും ദേവനന്ദയ്ക്കും ചേർത്ത് 1000 out of 10. And Devananda, you have scored the ultimate 30 out of 30. Congrats. Thank you, sir. First time for Devananda. Yes. And you get a golden crown. ആടിയൊരു നന്ദിനി തമ്പ്രാട്ടി പോക്കുറ്റി. താങ്ക് യു സർ. സന്തോഷായില്ലേ മുത്തുമണി? ആയി ഒത്തിരുന്ന പോയി ബാക്കി ചിക്കൻ കഴിച്ചോണ്ടാ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി വേണ്ടാത്തത് മിണ്ടാതടി കൂട്ടുകാരി അപ്പൊ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സർഗവേദിയിൽ ആലാപന മധുരം പകർന്ന മിടുക്കൻ പാട്ടുകാരൻ കാസർഗോഡ് നിന്നും കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. കൃഷ്ണു സർ, ഏത് പാട്ടാടി? കേരളം 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 കേളി. എന്ത് പാട്ടാടിയത്? എന്നാ ഒരു പാട്ടാ, എന്നാ പാട്ടാ അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ കുറിച്ച് ഇതുപോലൊരു പാട്ട് സത്യം അഭിമാനം കൊള്ളുന്നു ഞാൻ പാട്ട്. കൃഷ്ണജിത്ത്, ഈ പാട്ടിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ പാട്ട് നമ്മളുടെ കേരളത്തിൽ പാടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിനൊരു ഒരു വികാരം കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള പ്രോഗ്രാംസ് മലയാളികൾ പ്രവാസികൾക്ക് വേണ്ടി പെർഫോം ചെയ്യുമ്പം മിക്കവാറും ഇതായിരിക്കും ഓപ്പണിംഗ് സോങ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഇന്ന് പാടുന്ന ഈ പാട്ട് ഞാൻ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി
കദംബം പൂക്കും കേരളം കേരകേളി സദനമായൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമായൻ കേരളം. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും ആടും കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമായൻ കേരളം. നീരദമാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും തോണിപ്പാട്ടലിയുന്ന കാറ്റത്തു തുള്ളുമോളം കൈകൊട്ടി പാട്ടുകൾ തന്മേളം മേളം കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമായൻ കേരളം 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 കേരളം. നല്ല പാട്ട്. അപ്പോൾ നീ എല്ലാവർക്കും വേണ്ടി, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്തു. അവർക്കൊക്കെ വളരെ സന്തോഷമായി കാണും തീർച്ചയായിട്ടും. കാരണം അവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം ദുബായ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളികളില്ലാത്ത ഒരു സ്ഥലം നമുക്ക് തൊടാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ആൾക്കാരുണ്ട്. അത് നമുക്കൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് ആണ്. എന്താണെന്നറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ റഷ്യയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ റഷ്യൻ കൾച്ചറൽ സോവിയറ്റ് സെൻറ്ററിൻ്റെ രതീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹമാണ് എൻ്റെ ചീഫ്. അവിടെ ഇംഗ്ലീഷ് ഒന്നും പറയില്ല, ഉള്ളി റഷ്യൻ ലാംഗ്വേജേ പറയത്തുള്ളൂ. നമുക്ക് എന്ത് വേണേലും കഷ്ടപ്പെട്ടു പോകുന്നു. ടാക്സി കയറിയാലും വലിയ പ്രയാസമാണ് ഒരു ആളില്ലാതെ. അങ്ങനെ എനിക്ക് 2 പേരെ കിട്ടി. ഒരു രാജു നായർ, അദ്ദേഹം ഹോട്ടലൊക്കെ നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ബിസിനസ്സും ഉണ്ട്. പിന്നെ പ്രതാപ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ളൊരു ഫ്രണ്ട്. ഇവർ 2 പേര് കാരണമാണ് സത്യം പറഞ്ഞാൽ ഒരു 10-14 ദിവസം ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ വളരെ സുഖമായിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ കണ്ടു, ആഹാരം നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ മലയാളികൾ വെളിയിൽ പോകുന്ന അതിൻ്റെ ഒരു മഹത്വം വേറെയും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പോകുന്നവർക്കും അതൊരു ആശ്വാസമാണ്. മോൻ പാടുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ചെറിയ സംഭവം. മോൻ പാടിയിരിക്കുന്ന എല്ലാം കറക്റ്റാണ്, എക്സെപ്റ്റ് പാടത്തിലൂടെ അവിടെ സ്ലിപ്പ് പോകുന്നു അല്ലേ? സാരല്ല, ഒന്നുകൂടെ പാടിക്കോട്ടെ? അല്ല പാടിക്കാം, വരട്ടെ. അപ്പം 2-3 സ്ഥലം പാടിക്കാനുണ്ട്. അപ്പം അതിനകത്ത് മോൻ പാടുന്നത് കറക്റ്റാണെങ്കിലും അതിനകത്തെ ഭാവങ്ങൾ ഒന്നുകൂടെ എക്സ്പ്രസീവ് ആയിരിക്കണം. കേരളം കേരളം, കണ്ടോ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? മോൻ പാടിക്കേ. കേരളം കേരളം. അതാ ഞാൻ പാടാം. കേരളം
കേരളം കേളി കേളി കൊട്ടുയരുന്ന കേരളം 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 ആഹാ ആ കേളി കദംബം കേളി കദംബം ആ പൂക്കും കേരളം പൂക്കും കേരളം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം. അതാണ്. അപ്പൊ അതിന്റെ ആ ഭാവം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സൂപ്പറോ. പിന്നെ മോന് പാടണം എന്ന് പറഞ്ഞ സ്ഥലം പാടിക്കോ. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. സവാഷ്. അതുപോലെ സുഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചെണ്ടയാണോ ഫ്ലൂട്ടാണോ വീണയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വൈബ്രോഫോൺ. ആ ഒറിജിനൽ വൈബ്രോഫോണും ഒരു തബലയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് ചെയ്യാം. അതുപോലെ തന്നെ റീ റെക്കോർഡിങ്ങിനൊക്കെ ഒരു സുപ്രഭാതം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3-4 നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ, ഇതിനകത്ത് ഉണ്ടല്ലേ. പക്ഷെ ഇത് ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ വരുമ്പോഴത്തേക്കല്ലേ അത് ദീപ് കറക്റ്റായിട്ട് പറഞ്ഞുതരും. അതിന്റെ സ്പീഡൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടോ, ഇതാണ് അതിന്റെ കാലിന്റെ അവിടെ ഒരു ലൈൻ കണ്ടോ, അതാണ് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഈ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു സ്റ്റിക്ക് ഉണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. ഇതുപോലെ ഇങ്ങനൊരു കമ്പും അതിന്റെ അറ്റത്തൊരു സ്പോഞ്ച് പോലത്തെ ഒരു റൗണ്ട് കട്ടിയെല്ലാം ഉണ്ട്, ബോള് പോലെ. അപ്പൊ അതിട്ടിട്ടാണ് ഈ 2 കൈ കൊണ്ടാണ് ഇതിങ്ങനെ പ്ലങ് 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 അങ്ങനെ വായിക്കുന്നത്. ഇതിന്റെ വളരെ എക്സ്പെർട്ടായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരാളുണ്ട് അവിടെ. ചിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വായിക്കും, ഒത്തിരി പേര് വായിക്കുമെങ്കിലും ഇതിൽ എക്സ്പെർട്ടായിട്ട് വായിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ. കൃഷ്ണജിത്ത്, മോന്റെ പാട്ടിന്റെ പല്ലവി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓർമ്മയിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ ഈ പാട്ട് ഏറ്റവും നന്നായിട്ട് ഞാൻ പാടി കേട്ടിരിക്കുന്നത്, അതായത് ഗാനമേളയിൽ ഓപ്പണിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിമേനോൻ സാറില്ലേ, ഉണ്ണിച്ചേട്ടൻ്റെ ഗാനമേള തുടങ്ങുന്നത് ഈ പാട്ട് വെച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പാട്ടിൻ്റെ ഏറ്റവും, അതായത് സംഭവം ദാസങ്ങളാണ് ഇത് പാടിയെങ്കിൽ കൂടെ വലിയ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഒരു ഗാനമേള തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ് ഇല്ലേ, അത് ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ ആ ഒരു ഗാനമേള തുടങ്ങി കേട്ടിട്ട് എൻ്റെ മനസ്സിൽ വളരെ ഉണ്ണിച്ചേട്ടൻ്റെ വോയിസിലാണ് ഞാനിത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് ഈ പാട്ട്. അപ്പോൾ മോൻ ഇന്ന് പാടിയപ്പം ആ കേൾക്കുന്ന പോലത്തെ ഒരു നല്ലൊരു ഫീലായിരുന്നു പല്ലവി. അനുപല്ലവി തുടങ്ങി ഒരു സ്ലിപ്പ് വന്നപ്പോൾ ഞാൻ ഓർത്ത്, ഈശ്വര എൻ്റെ തന്നെ കണ്ണാണോ ഇവന് പെട്ടത്, അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി. അപ്പം പിന്നെ മോൻ അത് രണ്ടാമത് ഇപ്പോൾ പാടിയപ്പം മനസ്സിലായി നല്ലതായിട്ടുണ്ട്. മോൻ്റെ പാട്ടിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്, മോൻ കുറച്ചും കൂടി എക്സ്പ്രസീവായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ എക്സ്പ്രഷൻ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ആ ഒന്ന് തൊടിയിച്ച് വന്ന് കിട്ടുന്ന സ്വീറ്റ്നെസ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മോന് മനസ്സിലായി. എന്താ പറയുക, ഗ്രേസ് നോട്ട്സ് വരുന്നത്, ഗ്രേസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ് കേൾക്കില്ല, പക്ഷെ ഒന്ന് തൊടിയിച്ച് വരുന്ന സമയത്ത് കിട്ടുന്ന ചില സുഖങ്ങൾ, അത് കേൾക്കില്ലാതെ ഫീൽ ചെയ്യാം എന്ന് പറയുന്ന ചില നോട്ട്സ്, അതൊക്കെ മോനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷേ മോൻ ഇനി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്ലസൻ്റ് ആവാനുണ്ട്. മോൻ പാടുന്ന സമയത്ത് എപ്പോഴും ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ മോൻ്റെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്ട്രെയിൻ തന്നെ പ്ലഷർ അല്ലെങ്കിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് എൻജോയ് ചെയ്ത് പാടുന്നൊരു ഫീൽ കിട്ടിയാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന് കാണാനും ഭംഗി, മറ്റേത് പാട്ട് കേൾക്കാൻ കുറച്ചും കൂടിയും നമുക്കത് സ്വീറ്റായിട്ട് തോന്നും. അല്ലെങ്കിൽ മോൻ ശരിക്കും ഈ പാട്ടിനോട് വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. മോൻ്റെ ട്രിബ്യൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗുഡ്. ഇപ്പം എല്ലാം കൃത്യമായിട്ട് മനസ്സിലായോ? ഏത് സംഗതി എങ്ങനെ പാടണം, എത്ര വോല്യൂം കൊടുക്കണം, എത്ര കൃത്യമായിട്ട് നമ്മൾ ഈ ശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗമകങ്ങളല്ലേ. പക്ഷെ ദേവരാജൻ മാസ്റ്റർ ചെയ്തതിൽ അതിൽ ഒരു ലൈറ്റർ ടച്ച് ഉണ്ടെങ്കിലും അതിൻ്റെ ഗമകാസ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലായ ഇതൊക്കെ പെട്ടെന്ന് ആ ഒരു ക്ലാസിസിസത്തിൻ്റെ വെയിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പം രാഗ ബേസ്ഡ് അല്ലേ, അപ്പോൾ ഒരു ശങ്കരാഭരണം മനസ്സിലായ ഇത് കുറച്ചുകൂടി അത് ഭംഗി നമുക്ക് തരാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ചൊന്ന് പഠിക്കലെങ്കിലും പാട്ടുകൾ, ക്ലാസിക്കൽ പാട്ടുകൾ കേൾക്കാമല്ലോ. ബിക്കോസ് മലയാളത്തിലാണ് കൂടുതൽ ഇങ്ങനെ ക്ലാസിക്കൽ സോങ്സിൻ്റെ അതിൻ്റെ ഛായാവും അതിൻ്റെ ഗമകങ്ങളും വെച്ചിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. സ്വാമി, പിന്നെ ദേവരാജൻ മാഷ്, പിന്നെ എല്ലാവരും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പാട്ട് പാടാം.
സരി ഗ മ പദ നി സ നി ദ പ മഗരി സ സരി ഗ മഗരി എന്തെങ്കിലും വരിസ സമ ഗ മരി ഗ സരി സഗരി ഗ സരി ഗ മരി പ മ പ ഗ മരി ഗ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗമകാശം അതിന്റെ കണക്ഷൻസും വളരെ ഈസി ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇപ്പൊ ഈ പാട്ടിന്റെ ഇടയ്ക്ക് ആ ഒരു ഫ്ലൂട്ട് വിട്ട് വന്നല്ലേ, അത് വന്നല്ലേ, അത് വളരെ ഒരു സിഗ്നേച്ചർ ഫ്രേസ് ആണ്. നവരസ കാനഡയിലെ ത്യാഗരാജർ കോമ്പോസിഷനിലെ നിന്നു വിനാ നാമദെന്തു ആ കോമ്പോസിഷനിലെ കനുലക്കു നീ സൊഗസന്തോ ഇത് എല്ലാ ഇൻസ്ട്രുമെന്റലിസ്റ്റും വായിക്കുന്ന ഒരു വളരെ ഫ്രേസ് ആണ്. അത് ഒരു പ്രാവശ്യം കേൾക്കാമോ? അപ്പൊ എവിടെയോ ഇത് ഈ ഒക്കെ ഈ ഇൻസ്പിറേഷൻ അല്ലേ? താങ്ക് യു. അത് ഞാൻ ഒരുപാട് ആസ്വദിച്ചു. താങ്ക് യു സോ മച്ച്. എന്നാലും ഓൾ ദി ബെസ്റ്റ് മോനെ. നീ മിടുക്കനായ പാട്ടുകാരനാടാ മോനെ. ഉഗ്രനായിട്ട് പാടി കേട്ടാ, വളരെ നന്നായിട്ട് പാടി. ചെറിയ ചെറിയ നേരത്തെ പറഞ്ഞില്ലേ ഗമകം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അതിന് കൊടുക്കേണ്ട ഭാവം, അളവ്, അതൊക്കെ രാഗം പഠിക്കാത്തതിന്റെ പേരിൽ സംഭവിച്ചതാണ്. പിന്നെ അതുകൂടാണ്ട് പാട്ടുകൾ തൻ മേളം അത് ചരണത്തിന്റെ ലാസ്റ്റ് പോർഷൻ ഒന്ന് പാടി കേൾക്കട്ടെ, കറക്റ്റ് ആണോ? മേളം 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 മേളം. ഓക്കെ. കീബോർഡിലും ഹാർമോണിയത്തിലൊക്കെ ആദ്യത്തെ വൈറ്റ് കട്ടകൾ 7 കട്ട വായിച്ചു കഴിഞ്ഞാൽ ശങ്കരാഭരണാണ്. അത് വെസ്റ്റേണിൽ വരും. ക്ലാസിക്കലിൽ കർണാട്ടിക്കിൽ പഠിക്കുമ്പോൾ എന്ന് വരും. ഗമകം വരും. അതിനൊരു രാഗഛായ വരും കേട്ടോ. അപ്പോൾ നന്നായിരുന്നു. ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് MB ശ്രീനിവാസൻ സാർ ചെയ്ത ഒരു പാട്ടാണ്. കാവാലം നാരായണ പണിക്കർ സാറാണ് എൻ്റെ ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ദാസേട്ടൻ പാടിയത് ഭാവഗീതങ്ങൾ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടാണ്. ശങ്കരാഭരണ ഗംഗാതരംഗ സംഗീതം തുംഗഹിമാചല ഗഹനത ചൂഴും സന്ദേശം ശങ്കരാഭരണ ഗംഗാതരംഗ സംഗീതം തുംഗഹിമാചല ഗഹനത ചൂഴും സന്ദേശം. ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. MG അങ്ങളെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്ക് അങ്കിള് പറഞ്ഞതാണ്. നമ്മളെ വയലിൻ വായിക്കുന്ന അങ്ങളെ, അച്ചാറ് പൂക്കാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അച്ചാറ് വേഗം പൂത്തു പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അല്ല, ഇരുന്നിരുന്ന് ചീത്തയാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അല്ല സോൾട്ട് വാട്ടർ ഇട്ടില്ല. സോൾട്ട് വാട്ടർ കുറച്ച് എണ്ണ കൂടുതൽ. 6 പൂക്കാതിരിക്കാനും അച്ചാർ ഉണ്ടാക്കാതിരിക്കണം. അല്ല, അത് കായാക്കാം. കായായിട്ട് പറയട്ടെ, എല്ലാരും തോറ്റ് ഇതിന് വായിച്ച സുശാന്തേട്ട ഞാൻ പറയാം, നിങ്ങളെ സൈഡിൽ നിന്ന് പറഞ്ഞ അതിൽ കുറച്ച് നീലക്കുറിഞ്ഞിട്ടാ മതി. അതാവുമ്പോ വർഷത്തിലൊരിക്കലും അതിൽ കുറച്ച് നീലക്കുറിഞ്ഞി ഇട്ടാ മതി. അപ്പൊ വർഷത്തിലൊരിക്കലേ പൂക്കൂ. അല്ല അതെങ്ങനെ പൂക്കാതിരിക്കാന്നല്ലേ ചോദിച്ചത്? വേഗം പൂക്കാതിരിക്കാൻ. വേഗമൊന്നുമില്ല പറഞ്ഞില്ല. അച്ചാറ് പൂക്കാതിരിക്കാൻ വേണ്ടി. ഇത് സുശാന്ത് സുശാന്തേട്ടന്റെ ടീം എന്നാ പറഞ്ഞത്. അതെ, ഓരോ ചോദ്യം ചോദിക്കേണ്ട ചില രീതികൾ. അല്ല, അച്ചാറ് പൂക്കാണ്ടിരിക്കാൻ ഒരു വർഷത്തിലൊരിക്കൽ പിന്നെ എങ്ങനെ പൂക്ക? വേഗം പൂക്കാണ്ടിരിക്കാൻ ആദ്യം പറഞ്ഞു. വേഗം പറഞ്ഞില്ല. അല്ല നീലക്കുറിഞ്ഞി ഇട്ടാ പൂക്കായിരിക്കോ? അല്ല, നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലേ. ശരി, അതിട്ടാ പൂക്കാതിരിക്കുമെന്ന്. പൂക്കാതിരിക്കും. ആർക്കറിയാം? അത് 12 വർഷത്തിലൊരിക്കലേ പൂക്ക. അപ്പത്തേക്ക് അച്ചാർ തീർന്നു പോകും. മാർക്ക് പറയാം. കൃഷ്ണു, കൃഷ്ണുവിന്
അങ്കിൾ തരുന്ന മാർക്ക് 8 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. കൃഷ്ണജിത്ത് സർ ഒരു പൊടിക്ക് കൂടുതൽ പിടിച്ചോ. 8.25. താങ്ക് യു സർ. താങ്ക് യു. ഞാനും അനുമാമും ചേർന്ന് മോന് തരുന്നു 8.75. താങ്ക് യു സർ. താങ്ക് യു മാം. So you got 25 out of 30. താങ്ക് യു സർ. And that means കൃഷ്ണജിത്തിന് കിട്ടിയിരിക്കുന്നത് A extreme. താങ്ക് യു സർ. ആദ്യൊരു കേരള പൂക്കുറ്റി. Congratulations, you are awarded A extreme. താങ്ക് യു സർ. അപ്പോൾ ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മുടെ നന്ദിനി തമ്പുരാട്ടി. വെൽക്കം ദേവൂട്ടി ഓൺ സ്റ്റേജ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു ഗംഭീര എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട വ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.